സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. കേരളത്തിൽ UDF തരംഗമെന്ന പ്രവചനവുമായി മജീഷ്യൻ ഇസാക്ക് പോരൂർ. ഭരണവിരുദ്ധ വോട്ടുകൾ അധികരിച്ചതായും UDF 80-ൽ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വണ്ടൂരിൽ AP അനിൽകുമാറിന് 20,000-ന് മുകളിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്നും 10 മന്ത്രിമാരെങ്കിലും പരാജയപ്പെടുമെന്നുമാണ് ഇസാക്കിന്റെ പ്രവചനം. തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴെല്ലാം ഇസഹാക്ക് പ്രവചനവുമായി എത്താറുണ്ട്. പ്രവചനങ്ങൾ ഏറെക്കുറെ ശരിയാവും. ഇത്തവണ 80 സീറ്റിന് മുകളിൽ UDF നേടുമെന്നാണ് പുതിയ പ്രവചനം. ആദ്യം ഞാൻ ഒരു കാര്യം പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രവചനം നടത്തിൽ ഏറെക്കുറെ ശരിയാവാനുള്ള കാരണം ഞാൻ ഈ പഞ്ചായത്തിന്റെ മാത്രമേ നടത്തിയിരുന്നു. അതിൽ എല്ലാ വാർഡിലും ഞാൻ പോയിട്ട് നേരിട്ട് വോട്ട് ചെയ്ത വോട്ടർമാരെ കണ്ടിട്ടും സ്ഥാനാർത്ഥികളൊക്കെ കണ്ടിട്ടും അവരുടെ അഭിപ്രായങ്ങളും മറ്റു വോട്ടിന്റെ കണക്കൊക്കെ കൂട്ടിയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒന്നൊഴിച്ചെല്ലാം ശരിയായും ചെയ്തു. പക്ഷെ ഈ പ്രാവശ്യം എന്നാൽ കേരളം മൊത്തം നമുക്ക് ഓടാനോ അല്ലെങ്കിൽ അങ്ങനെ പോയി കാണാനോ അങ്ങനെ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ നിരീക്ഷകർക്കും നമ്മൾ വ്യക്തമായിട്ട് കേട്ട് തെരഞ്ഞെടുപ്പിന്റെ വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് വോട്ടിന്റെ ഇതൊക്കെ നോക്കിയിട്ട് ഏകദേശം ഇപ്പോൾ മനസ്സിലാവുന്നത് UDF ഒരു 80 സീറ്റിന് മുകളിൽ 100-ന് മുകളിൽ പോകാനും ചിലപ്പോൾ സാധ്യതയുണ്ട്. 80 സീറ്റിന് മുകളിൽ എന്താണേലും UDF വരും എന്നുള്ളതാണ്. കാരണം ഭരണവിരുദ്ധ വികാരം നല്ലോണം ഉണ്ട്, അത് ആഞ്ഞടിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വണ്ടൂർ മണ്ഡലത്തിൽ അനിൽകുമാറിന് UDFന്റെ സ്ഥാനാർത്ഥി അനിൽകുമാറിന് ഭൂരിപക്ഷം കൂടും. ഒരു 20,000-ൽ മുകളിൽ കടക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഏറ്റവും കൂടുതൽ ചർച്ച ഇത്തവണത്തെ ഇലക്ഷനിൽ ചർച്ചയായത് വാണിയമ്പലം മേൽപ്പാലം അതുപോലത്തെ വികസന ഇല്ലായ്മയെ കുറിച്ചാണ്. അത് അനിൽകുമാറിന് ബാധിക്കും. ഈ മേൽപ്പാലത്തിന്റെ കാര്യം പറഞ്ഞാൽ പക്ഷെ അതൊക്കെ മേൽപ്പാലം ഒരു ആവശ്യമാണ്. അത് പല പ്രാവശ്യം അദ്ദേഹം തന്നെ വിശദീകരിച്ചാണ്. അതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും. ഇപ്പൊ ആവശ്യം, ജനങ്ങളെ ആവശ്യം ഈ ഭരണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ട്രെൻഡിൽ ഇവിടെ നിലവിലുള്ള പഴയ വോട്ടർമാരൊക്കെ കൂടി ഒന്നായിട്ട് വോട്ട് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 81% മുകളിലൊക്കെ പോളിംഗ് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും അനിൽകുമാറിന്റെ ഭൂരിപക്ഷം കൂടാനേ സാധ്യതയുള്ളൂ. പാലക്കയിലും മറന്നു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. BJPക്ക് 0 മുതൽ 2 സീറ്റ് വരെ ലഭിക്കാം. വണ്ടൂരിൽ AP അനിൽകുമാറിന് 20,000-ൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാവുമെന്നതിൽ സംശയമില്ല. 10 മന്ത്രിമാരെങ്കിലും പരാജയപ്പെടുമെന്നും ഇസഹാക്ക് പറയുന്നു. തെരഞ്ഞെടുപ്പ് വിദഗ്ധരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ വെച്ചാണ് പോരൂർ കോട്ടക്കുന്ന് സ്വദേശിയായ പുലത്ത് ഇസഹാക്കിന്റെ നിരീക്ഷണം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇസഹാക്കിന്റെ നാക്ക് പൊന്നാവുമോ എന്നറിയാൻ ഇനിയും മെയ് 4 വരെ കാത്തിരിക്കണം. ന്യൂസ് ബ്യൂറോ, പോരൂർ. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.